tiger, big tiger. There was a mother tiger and her small tiger cub. They lived near a river in a shady jungle. ഒരിക്കൽ ഒരിടത്ത് ഒരു മദർ ടൈഗറും ആൻഡ് ഹെർ സ്മോൾ ടൈഗർ കബ്, കുഞ്ഞു ടൈഗറും താമസിച്ചിരുന്നു. അവരെവിടെയാണ് താമസിച്ചിരുന്നത്? ദേ ലിവ്ഡ് നിയർ എ റിവർ ഇൻ എ ഷെയ്ഡി ജംഗിൾ. മരങ്ങൾ കൊണ്ട് നിഴൽ വീണ ഒരു കാട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. When the sky was dark, the mother tiger hunted for deer and pig. When the sky was dark, സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മുടെ മദർ ടൈഗർ എന്ത് ചെയ്യും? ഹണ്ടഡ് ഫോർ ഡിയർ ആൻഡ് പിഗ്, മാനുകളെയും പന്നികളെയും ഒക്കെ ഹണ്ട് ചെയ്യാനായിട്ട് ഇറങ്ങും. ദ ടൈഗർ കബ് സ്റ്റേഡ് ക്ലോസ്ഡ് ബൈ ഹിസ് മദേഴ്സ് സൈഡ്. അങ്ങനെ രാത്രിയിൽ നമ്മുടെ സ്മോൾ ടൈഗർ കബ് എന്ത് ചെയ്യും? സ്റ്റേഡ് ക്ലോസ് ബൈ ഹിസ് മദേഴ്സ് സൈഡ്, അമ്മയുടെ അടുത്ത് ചേർന്ന് കിടക്കും. When the younger monkey saw her, he called out a loud harsh call, watch out, a tiger is coming. അങ്ങനെ വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ, സന്ധ്യ സമയത്ത് വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ ലങ്കർ മങ്കി നമ്മുടെ ടൈഗറിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? He called a loud harsh call. പേടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയും, വാച്ച് ഔട്ട്, ശ്രദ്ധിക്കൂ, എ ടൈഗർ ഈസ് കമ്മിങ്, ഒരു ടൈഗർ വരുന്നുണ്ട്, ശ്രദ്ധിക്കൂ എന്ന് നമ്മുടെ ലങ്കർ മങ്കി വിളിച്ചു പറയും. ദ സംബാർ ഡിയർ ബിലൗഡ്, സംബാർ ഡിയർ എന്ത് ചെയ്യും? ഉറക്കെ വിളിച്ചു പറയൂല്ലേ, ഡീപ് ലൗഡ് റോർ എന്നാണ് ബിലൗഡ് എന്ന് പറഞ്ഞാൽ. പേടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയും. ദ കക്കർ ഡിയർ ബാർക്ക്ഡ്. കക്കർ ഡിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാർക്കിംഗ് ഡിയർ ആണ്. അതായത് നായയെ പോലെ ബാർക്ക് ചെയ്യുന്ന സൗണ്ട് ഉണ്ടാക്കും. എന്തെങ്കിലും അപകടം ഫീൽ ചെയ്യുകയാണെങ്കിൽ ബാർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ കക്കർ ഡിയറും ബാർക്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് സംടൈംസ് ഗെയിം ഗോട്ട് എവേ. അങ്ങനെ ഇവർ ചിലപ്പോൾ അങ്ങനെ വാച്ച് ഔട്ട് എന്ന മറ്റു മൃഗങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുമ്പോൾ നമ്മുടെ മദർ ടൈഗറിന് ഒന്നും കിട്ടാറില്ല അല്ലേ. മറ്റു അനിമൽസൊക്കെ ഒളിച്ചിരിക്കും. അപ്പം നമ്മുടെ മദർ ടൈഗറിനെ ഹണ്ട് ചെയ്താലോ ഒന്നും കിട്ടാറില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ഗെയിം അവസാനിക്കാറുള്ളത്, ഹണ്ടിങ് ഗെയിം അവസാനിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ മദർ ടൈഗർ എന്താ ചെയ്യാന്ന് നോക്കാം. ഷീ ഹണ്ടഡ് ദെൻ ഫോർ ജംഗിൾ ഫൗൾ, ഫോർ ഫെസൻറ്റ് ആൻഡ് ഫോർ ഫ്രോഗ്. അപ്പോൾ അങ്ങനെ മറ്റു അനിമൽസിനെ ഒന്നും കിട്ടാത്ത ദിവസങ്ങളിൽ നമ്മുടെ മദർ ടൈഗർ ഫൗൾ, ഫെസൻറ്റ് ആൻഡ് ഫോർ ഫ്രോഗ് ഇവരെയൊക്കെയാണ് ഹണ്ട് ചെയ്യാറുള്ളത്. കാട്ടുകോഴിയെ, അതുപോലെ ഫെസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറ്റിയെ, അതുപോലെ ഫ്രോഗിനെയൊക്കെയാണ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഹണ്ട് ചെയ്യാറുള്ളത്. ഓർ വെൻ ടു ദ റിവർ ഫോർ ഫിഷ്. അങ്ങനെ റിവറിൽ പോയിട്ട് ഫിഷിനെയും ഹണ്ട് ചെയ്ത് പിടിക്കാറുണ്ട്. ബട്ട് ഷീ ഡിഡ് നോട്ട് ഹണ്ട് എവ്രി നൈറ്റ്. എല്ലാ രാത്രികളിലും അങ്ങനെ നമ്മുടെ മദർ ടൈഗർ ഹണ്ട് ചെയ്യാറില്ല. ഇഫ് ദ മൂൺ വാസ് ബ്രൈറ്റ്. നല്ല രാത്രി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദ മദർ ടൈഗർ ലേ ഡൗൺ ആൻഡ് വെയിറ്റഡ് ഫോർ ദി ഡൗൺ. ഡൗൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം. നമ്മുടെ മദർ ടൈഗർ നല്ല രാത്രി വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്? മദർ ടൈഗർ ലേ ഡൗൺ, കിടക്കും. ആൻഡ് വെയിറ്റഡ് ഫോർ ദി ഡൗൺ, അങ്ങനെ രാവിലെ ആവാൻ വേണ്ടി അങ്ങനെ കിടക്കും. ഷീ ട്വിച്ച്ഡ് ദ ടിപ്പ് ഓഫ് ഹെർ ടെയിൽ and the tiger cub pounced on her tail and again. അങ്ങനെ നമ്മുടെ മദർ ടൈഗറും അങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കാവും അല്ലേ. അപ്പം ലിറ്റിൽ ടൈഗർ, അപ്പം നമ്മുടെ ലിറ്റിൽ ടൈഗറിൻ്റെ മേലെ വാൽ അങ്ങനെ വളച്ചു വെച്ചിട്ടാവും മദർ ടൈഗർ കിടക്കുക. അങ്ങനെ മദർ ടൈഗർ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലിറ്റിൽ ടൈഗർ എന്ത് ചെയ്യും? ദ ലിറ്റിൽ ടൈഗർ കബ് പൗൺസ്ഡ് ഓൺ ഹെർ ടെയിൽ ആൻഡ് അഗെയിൻ. വാലിൽ അങ്ങനെ കളിച്ച് കിടക്കാറുണ്ട് എന്നാണ് പറയുന്നത്. വാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടും കടിച്ചിട്ടും ഒക്കെ കളിച്ച് കിടക്കാറുണ്ട്. He went too far away. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ടൈഗർ കബ് എന്ത് ചെയ്യും? എണീച്ച് അങ്ങനെ നടക്കാനായിട്ട് പോവും. If he went too far away, the mother tiger called him with a low grunt, quite grunt. അങ്ങനെ നമ്മുടെ ലിറ്റിൽ ടൈഗർ അങ്ങനെ നടന്ന് ദൂരേക്ക് പോവുകയാണെങ്കിൽ മദർ ടൈഗർ എങ്ങനെയാണ് ലിറ്റിൽ ടൈഗറിനെ വിളിക്കുക? വിത്ത് എ ലോ ക്വൈറ്റ് ഗ്രണ്ട്. പതുക്കെ ഇങ്ങനെ മുരളിക്കൊണ്ടാണ് വിളിക്കുക. പതുക്കെ ഇങ്ങനെ മുരളും.
The tiger cub came back, but he did not like to stay near his mother in the jungle at night. അങ്ങനെ നമ്മുടെ ആ മുരൾച്ച കേട്ട് കഴിഞ്ഞാൽ ടൈഗർ കബ് തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് വരും. ബട്ട് ഹി ഡിഡ് നോട്ട് ലൈക്ക് ടു സ്റ്റേ നിയർ ഹിസ് മദർ ഇൻ ദി ജംഗിൾ അറ്റ് നൈറ്റ്. പക്ഷേ നമ്മുടെ ടൈഗർ കബിന് മദർ ടൈഗറിനോടൊപ്പം രാത്രിയിൽ അങ്ങനെ കിടക്കാനൊന്നും ഇഷ്ടമല്ല. One night the mother tiger was tired and closed her eyes. ഒരു ദിവസം രാത്രിയിൽ മദർ ടൈഗർ ഭയങ്കര ടയേർഡായിരുന്നു. ആൻഡ് ക്ലോസ്ഡ് ഹെർ ഐസ്, അങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. ടയേർഡായപ്പോൾ ഉറങ്ങാൻ തുടങ്ങി. ദ ടൈഗർ കബ് സോ എ ടൈനി ഫ്രോഗ്. അപ്പോഴാണ് ടൈഗർ കബ് ഒരു ടൈനി ഫ്രോഗ്, കുഞ്ഞു ഫ്രോഗിനെ കണ്ടത്. ഹോപ്പിംഗ് അലോങ് ദ ഗ്രൗണ്ട്. ആ ഫ്രോഗ് എന്ത് ചെയ്യായിരുന്നു? ഹോപ്പിംഗ് അലോങ് ദ ഗ്രൗണ്ട്, ചാടി നടക്കുകയായിരുന്നു. ദ ടൈഗർ കബ് പൗൺസ്ഡ് ബട്ട് ദ ഫ്രോഗ് ഹോപ്ഡ് എവേ. ടൈഗർ കബ് പിടിക്കാനായിട്ട്, നഖങ്ങൾ കൊണ്ട് പിടിക്കാനായിട്ട് നോക്കി. പക്ഷെ ഫ്രോഗ് എന്ത് ചെയ്തു? ഫ്രോഗ് ചാടിപ്പോയി. ഹി ചേസ്ഡ് ദ ഫ്രോഗ് ആൻഡ് കോട്ട് ഇറ്റ്. അതിനെ പിടിക്കാൻ വേണ്ടി ചേസ് ചെയ്യാൻ തുടങ്ങി. ഫ്രോഗിനെ ചേസ് ചെയ്ത് പോവാൻ തുടങ്ങി. ആൻഡ് turned to show his mother, but she was not in sight. അങ്ങനെ ദൂരേക്ക് പോയി. തിരിച്ച് അമ്മയെ കാണാനുണ്ടോ എന്ന് നോക്കിയപ്പോഴേക്കും അമ്മയെ കാണാനില്ല. അപ്പോൾ കുറേ ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം എന്ത് സംഭവിച്ചു? ബട്ട് ഹി വാസ് നോട്ട് ഇൻ സൈറ്റ്. അമ്മയുടെ കണ്ണെത്തുന്ന ദൂരത്തു നിന്നും ടൈഗർ കബ് ഒരുപാട് ദൂരേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഡ് ഹി സോ എ ടൈഗർ. പക്ഷേ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരു ടൈഗറിനെയാണ് നമ്മുടെ ടൈഗർ കബ് കണ്ടത്. ബിഗർ ദാൻ ഹിസ് മദർ നിയർ ഹിം ഇൻ ദ ജംഗിൾ. പക്ഷേ അമ്മയുടെ സ്ഥാനത്ത് നമ്മുടെ ടൈഗർ കബിൻ്റെ അടുത്ത് ആരുണ്ടായിരുന്നത്? മറ്റൊരു ടൈഗർ ആയിരുന്നു. ബിഗർ ദാൻ ഹിസ് മദർ, അവൻ്റെ അമ്മയെക്കാളും വലിപ്പമുള്ളൊരു ടൈഗർ. ദ ടൈഗേഴ്സ് ഗ്രീൻ ഐസ് ഗ്ലിസ്റ്റൻഡ് ആൻഡ് ഹി വാച്ച്ഡ് ദ ടൈഗർ കബ്. ആ വലിയ ടൈഗറിൻ്റെ കണ്ണുകൾ അങ്ങനെ തിളങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൈഗർ ആരെയാ നോക്കുന്നത്? ടൈഗർ കബിനെയാണ് നോക്കുന്നത്. ദ ടൈഗർ കബ് വാസ് ഫ്രൈറ്റൻഡ്. ടൈഗർ കബിന് പേടിയാവാൻ തുടങ്ങി. ഹി കുഡ് നോട്ട് ഹൈഡ് ഓർ റൺ. അവന് ഓടാനും ഒളിക്കാനും ഒന്നും കഴിഞ്ഞില്ല. ഹി ലെറ്റ് ദ ഫ്രോഗ് ഹോപ്പ് എവേ. അങ്ങനെ അവൻ പിടിച്ച ഫ്രോഗിനെ അവൻ വിട്ടു. അത് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് വിട്ടു. ദ ടൈഗർ crept up closer to the little tiger cub. അങ്ങനെ നമ്മുടെ ലിറ്റിൽ ടൈഗറിനെ ആക്രമിക്കാനായിട്ട് ആ വലിയ ടൈഗർ അതിനോട് അടുത്തേക്ക് വന്നു. ബട്ട് എ റോർ ഫിൽഡ് ദ ജംഗിൾ. അപ്പോഴാണ് ആ കാട്ടിൽ മുഴുവൻ നിറഞ്ഞൊരു ശബ്ദമായിട്ട് വലിയൊരു ശബ്ദം അപ്പോൾ കേട്ടത്. ആരുടെ റോറായിരുന്നു അത്? ആരാണത്? മദർ ടൈഗർ ആയിരിക്കും അല്ലേ? ദ റോർ ഓഫ് ദ മദർ ടൈഗർ. മദർ ടൈഗർ ആയിരുന്നു അലറിയത്. ഷീ ഫേസ്ഡ് ദ അതർ ടൈഗർ ആൻഡ് ഹി വെന്റ് എവേ. അങ്ങനെ ആ വലിയ ടൈഗറിൻ്റെ മുന്നിൽ പോയി നമ്മുടെ മദർ ടൈഗർ അങ്ങനെ ഒരു ഫൈറ്റിന് വേണ്ടി നിന്നപ്പോഴേക്കും ആ വലിയ ടൈഗർ, നമ്മുടെ ടൈഗർ കബിനെ ആക്രമിക്കാൻ വന്ന ടൈഗർ ഓടിപ്പോയി. ദ മദർ ടൈഗർ ലൈക്ക്ഡ് ടു റോർ. മദർ ടൈഗറിന് എന്തായിരുന്നു? ലൈക്ക്ഡ് ടു റോർ എ ലൗഡ് ബിഗ് ടൈഗർ റോർ. അപ്പം നമ്മുടെ ദ മദർ ടൈഗർ ലൈക്ക്ഡ് ടു റോർ. മദർ ടൈഗറിന് റോർ ചെയ്യാൻ, അലറാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. എ ലൗഡ് ബിഗ് ടൈഗർ റോർ. അങ്ങനെ ഉറക്കെ ഒരു ബിഗ് ടൈഗറിനെ പോലെ റോർ ചെയ്യാനായിട്ട് ഇഷ്ടമായിരുന്നു. ടു ടെൽ ഓൾ ദ അതർ അനിമൽസ് ഇൻ ദ ജംഗിൾ ദാറ്റ് ഷീ വാസ് ദർ. എന്തുകൊണ്ടാണ് അങ്ങനെ ഉറക്കെ അലറാനായിട്ട് മദർ ടൈഗറിന് ഇഷ്ടം? മറ്റുള്ള അനിമൽസിനൊക്കെ മനസ്സിലാവണം ഞാനിവിടെ ഉണ്ട് എന്ന് മറ്റുള്ള അനിമൽസിനൊക്കെ മനസ്സിലാവണം. അങ്ങനെ മനസ്സിലായാൽ എന്താണ്? ടൈഗർ കബിനെ ആരും ഉപദ്രവിക്കാൻ വരില്ല അല്ലേ? All the other animals in the jungle kept far away. ആ റോറ് കേട്ട് കഴിഞ്ഞാൽ കാട്ടിലുള്ള മറ്റു മൃഗങ്ങളൊക്കെ ദൂരേക്ക് പോകും. ദ ടൈഗർ കബ് ആൾസോ ലൈക്ക്ഡ് ടു റോർ. ടൈഗർ കബിനും അങ്ങനെ റോർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. A loud ടൈഗർ കബ് റോർ. അങ്ങനെ to tell all the other animals in the jungle that he was there. അമ്മയെ പോലെ അലറിക്കൊണ്ട് മറ്റു മൃഗങ്ങളെ പേടിപ്പിക്കണം അല്ലേ? അവൻ അവിടെ ഉണ്ട്, ആ കാട്ടിൽ അവൻ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മറ്റു മൃഗങ്ങളൊക്കെ പേടിക്കണം എന്നൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ but all the other animals in the jungle were not afraid to all and
none of them ran away. പക്ഷേ അവൻ്റെ റോറ് കേട്ടാൽ മറ്റു മൃഗങ്ങളൊന്നും എന്ത് ചെയ്യില്ല, പേടിക്കാറുമില്ല, ആരും ഓടിമറയാറും ഇല്ല. But there came a year when the small tiger cub was a full grown tiger. പക്ഷേ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടൈഗർ കബ് എങ്ങനെയായി മാറിയിട്ടുണ്ടായിരുന്നു? The tiger cub was a full grown tiger. വലിയൊരു ടൈഗറായി മാറിയിട്ടുണ്ടായിരുന്നു. He walked for miles alone. മൈലുകളോളം കുറേ ദൂരത്തോളം അവൻ ഒറ്റയ്ക്ക് നടന്നു പോവാറുണ്ടായിരുന്നു. ഹണ്ടിങ് ഫോർ എ ഗെയിം അറ്റ് നൈറ്റ്. രാത്രിയിൽ അമ്മ ഹണ്ട് ചെയ്യാറുള്ള പോലെ, മദർ ടൈഗർ ഹണ്ട് ചെയ്യാറുള്ള പോലെ മറ്റു മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ തുടങ്ങി. When he rode to tell all the other animals in the jungle that he was there. അവൻ ഉറക്കെ റോർ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റു മൃഗങ്ങളോട് ഞാൻ ഇവിടെയുണ്ട് എന്നറിയിക്കാൻ വേണ്ടി അവൻ ഉറക്കെ റോർ ചെയ്യാറുണ്ട്. All the other animals in the jungle kept far far away. ആ റോറിങ് കേട്ട് കഴിഞ്ഞാൽ ജംഗിളിലുള്ള മറ്റ് അനിമൽസ് ഒക്കെ എന്ത് ചെയ്യും? they kept far far away. അവർ ദൂരേക്ക് പോവും, ഒളിച്ചിരിക്കും ചെയ്യും. And the great big tiger that had been a small tiger cub, hearing his own loud roar. അങ്ങനെ the great big tiger that had been a small tiger cub, hearing his own loud roar, smiled to himself a great big tiger smile. അങ്ങനെ ആ ടൈഗർ കബ് എന്ത് ചെയ്യാറുണ്ട്? അവൻ സ്വയം ചിരിക്കാറുണ്ട്, ഉള്ളിൽ ചിരിക്കാറുണ്ട്. എന്തിനാണ്? അവൻ്റെ തന്നെ റോറ് കേട്ടിട്ട് അല്ലേ? ഹിയറിങ് ഹിസ് ഓൺ ലൗഡ് റോർ. അവൻ സ്വയം റോർ ചെയ്യുന്നത് കേട്ടിട്ട് അവൻ ഉള്ളിൽ അങ്ങനെ ചിരിക്കാറുണ്ട്. അവനെ മറ്റു മൃഗങ്ങളൊക്കെ പേടിക്കുന്നത് കണ്ടിട്ട് അവൻ അങ്ങനെ ഉള്ളിൽ ചിരിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. സോ ചിൽഡ്രൻ, നമ്മളിതിൽ കുറച്ച് ന്യൂ വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ബിലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ്പ് ലൗഡ് റോർ. ദെൻ ഡൗൺ, DAWN, ഡൗൺ, പ്രഭാതം. പൗൺസ്ഡ്, POUNZED, പൗൺസ്ഡ്, കുതിക്കുക. ദെൻ ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ ഭയക്കുക. ഗ്രണ്ട് എന്ന് പറഞ്ഞാൽ മുരളുക. ദെൻ അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക, പേടിക്കുക. ഗ്ലിസ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ മിന്നുക.